നമ്മളൊക്കെ ഒത്തിരി മിനി സ്ക്രീനിൽ കണ്ട ആളുകളൊക്കെയാണ്. കമോൺ ഡിയർ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കാന്ന് പറഞ്ഞെങ്കിൽ ഇത് വലിയൊരു എത്തലാണ്, വലിയൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും. മായുടെ അതായത് മലയാളി മിമിക്രി ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാരണം കേരളത്തിലെ എല്ലാ മിമിക്രിക്കാരും കൊണ്ട് ഒത്തൊരുമിച്ചുള്ള ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതെ. അപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം ഇത്രയും മിമിക്രിക്കാർ ഒരുമിച്ച് കൂട്ടി ഒരു കുടക്കീഴിൽ, ഈ മഴയത്തല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ച് ഒരു സംഘടന ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പറഞ്ഞ വലിയ കാര്യം തന്നെ അല്ലേ? തമ്മിൽ തല്ലുന്ന കാലഘട്ടത്തിലും അല്ലേ? 100%. പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായി ഇന്ന് ഇപ്പം ഈ തവണ ഇപ്പം വന്ന് കയറുമ്പോൾ തന്നെ മായിൽ എന്തോ വലിയ സംഭവമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് വന്ന് കയറുമ്പോൾ വേറെ പ്രത്യേകത കാണുന്നു. അതെ ശരിക്കും പറഞ്ഞാൽ വലിയ സംഘടന തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഓരോരുത്തരുടെ പുതിയ വീട് പണിയുന്ന മിമിക്രിക്കാർ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവരുടെ പേരോടൊപ്പം തന്നെ മാ മെമ്പർ എന്ന് കൂടി എഴുതുന്നുണ്ട്. കാരണം അത് അവരുടെ ലൈഫിൽ മായിലൊരു മെമ്പറാവുക എന്ന് പറഞ്ഞ വലിയ ഒരു സംഭവമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് മായ്ക്കും ഞങ്ങൾ ഓരോരുത്തരും മിമിക്രിക്കാർക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കാവുന്ന ഒന്ന് തന്നെയാണ്. എങ്കിലും മിമിക്രിക്കാർക്ക് അഹങ്കാരമില്ല. കാരണം തൊണ്ട കൊണ്ട് ജീവിക്കുന്നവരെ അഹങ്കരിച്ചാൽ തൊണ്ട പോയാൽ മണ്ടക്ക് പണി കിട്ടും. അത് വളരെ സന്തോഷം. ഇനിയും മായിലെ മെമ്പേഴ്സ് കൂടട്ടെ, മായുടെ പ്രവർത്തനങ്ങൾ കൂടട്ടെ, മാ ലോകം മുഴുവൻ വലിയൊരു മായായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് സ്റ്റേജിൽ കാണണം, കുറേ പരിപാടികളുണ്ട്, എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ പൊളിച്ചിരിക്കും. എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് ഓരോ ആളുകൾ വരുന്നു. സന്തോഷമായില്ലേ? സന്തോഷമായി. എങ്ങനെയുണ്ട് ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ? അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള അത് ആദ്യം ഈ കമ്മിറ്റിക്ക് ഒരു അഭിനന്ദനം കൊടുക്കും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഇരിക്കുന്ന പല ആഷിക, ഷാജോണ്, പിന്നെ അതിൻ്റെ കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരും ഉണ്ടല്ലോ, ഇവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഭാഗം. പിന്നെ ഞാൻ പറയേണ്ടത് മുത്താണ്, അടിപൊളി. ഞാൻ അറിഞ്ഞു എല്ലാം നമ്മുടെ ഹൈദരാലി അണ്ണനാണ് എല്ലാം എൻ്റെ മുഴുവനായിട്ട് നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഇപ്രാവശ്യത്തെ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും ഞങ്ങളുടെ ചാനൽ സംബന്ധമായിട്ടുള്ള എല്ലാം അല്ലേ? അതെ തീർച്ചയായിട്ടും. വളരെ സന്തോഷം. എനിക്കത് ഇപ്പം കുറേ നമ്മൾ മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ മാണി സാറിനെയും രമേശ് ചെന്നിത്തലയും MG ശ്രീകുമാർ, നാദിഷിക്ക, ഇങ്ങനെ കുറേ ഇതുണ്ട്. 10-35 ഫിഗറിന് മേളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റിൽ ഞാൻ ചെയ്തത് മാണി സാറിനെയാണ്. അപ്പം മാണി സാറ് നമ്മുടെ ഈ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അസോസിയേഷനിൽ വന്നവരെയൊക്കെ ഒന്ന് ക്ഷണിക്കണം. മാണി സാറിന്റെ ശബ്ദത്തിൽ ഒന്ന് ക്ഷണിച്ചത് എന്നാ ഞാൻ പറയുന്നത്. ഇത്രയ്ക്ക് നല്ലൊരു പ്രദേശമുണ്ട്, ഇതുപോലെ നല്ലൊരു മീറ്റിംഗ് ഉണ്ടോ? ഇതാണ് മിമിക്രിക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതാണ്. അപ്പൊ കാണണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒത്തിരി സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും. നമ്മൾ അന്ന് ബ്രോഡ്വേ വെച്ച് കണ്ടാണ്. അതിനുശേഷമാണ് വീണ്ടും കാണുന്നത്. വീണ്ടും നമുക്ക് ഓക്കെ. നമ്മുടെ അടുത്ത കലാകാരൻ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. കമോൺ ഡിയർ. പൊളിക്കല്ലോ നമ്മള്. ഭയങ്കര ഹാപ്പി. ഞാൻ എല്ലാ സംഘടനയുടെയും ഭാഗമാകുന്നത് എനിക്ക് ഇതിലേക്കൊന്ന് എൻട്രി ഈ തോണയാണ് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര ഈ തോണയാണ് അങ്ങനെ പുറത്ത് എന്നുള്ള സാധനം വരും. ബാക്കി വെറുതെ എന്തെങ്കിലും എടുത്ത് അപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഈ തോണ നമ്മളെ വിളിച്ച് എവിടെ? അതെ. അപ്പൊ ഈ തോണ എന്നോട് പറഞ്ഞു നമ്മള് സഹകരിക്കണം എന്ന് പറഞ്ഞത് നേരെ വന്ന് ഞങ്ങളും ഈ കുടുംബത്തിൽ അംഗമായിട്ടുണ്ട്. അടിപൊളി. കണ്ണ് കയറുമ്പോ തന്നെ ഒരു എപ്പോഴും കാണുന്ന ഒരു രീതിയല്ലോ, എല്ലാം വ്യത്യാസം കാണുന്നില്ലേ? തീർച്ചയായിട്ടും നല്ല രസമായിട്ട് വന്നില്ലേ? എന്തായാലും നമ്മുടെ മാ കുടുംബത്തിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഹൈദരലിക്കും നിങ്ങളുടെ മൊത്തം ക്രൂസിനും എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മള് ഈ പല അസോസിയേഷനും ഉണ്ട്, അല്ല താരസംഘടനകളുണ്ട്, ഇങ്ങനെ വായിലുണ്ട്, ആത്മയിലൊക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ ഓരോ അസോസിയേഷൻ ചെയ്യുന്ന പ്രവർത്തികൾ പല സമയത്തും പുറത്തറിയുന്നില്ല. ഞാൻ ഇവിടെ വന്നതേ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു ചേട്ടനാണ് കണ്ടത്. നേരത്തെ ഉള്ള എനിക്ക് മുഖപരിചയമുള്ളൂ. പുള്ളി പറഞ്ഞു ഞാൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പൈസ എത്തുമായിരുന്നു, ഞാൻ സുഖമായിട്ട് ഇപ്പോൾ 2-3-4 മാസമായിട്ട് കിടപ്പായിട്ട് കൂടി വരിക. അങ്ങനെ എന്തൊക്കെ നല്ല പ്രവർത്തി. ഇതൊന്നും ഒരു പൊതുജനം അറിയുന്നില്ല, ഒരു മാധ്യമങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി ആട്ടെ എനിക്ക് ഈ തോന്നുന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും ഈ മെഡിക്ലെയിം ഒക്കെ എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ വേറെ സംഘടന ഉണ്ടാവും നമുക്ക് ഓൾറെഡി എങ്ങനെയെങ്കിലൊക്കെ. ഇവിടെ അതിന് പുറമെ ഇപ്പം നമ്മളൊരു 50,000 രൂപ വരെ, ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇതുവരെ ഞാൻ അറിയാം 50,000 രൂപ വരെ പെട്ടെന്നുണ്ടാവുന്ന തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ, ആശുപത്രി കേസുകൾക്കൊക്കെ സംഘടന അതിൻ്റെ തോതനുസരിച്ചിട്ട് വീട്ടിലേക്ക്
ആ പൈസ അങ്ങോട്ട് എത്തിക്കുകയാണ്. അത് വിവരമൊന്നും അറിഞ്ഞു കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ മെമ്പർമാർക്കും. അത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സംഘടനയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സഹായമായിട്ട് കാണുന്നത് അതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ കൂട്ടായ്മയിൽ ഒരുപാട് നല്ല സംഗതികൾ ഇനിയും ഉണ്ടായി വരും എന്നുള്ളൊരു പ്രതീക്ഷയിലുള്ള മൂവ്മെന്റാണ്. ഒത്തിരി സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കുറെ പരിപാടികളുണ്ട്. ഉച്ച കഴിഞ്ഞ് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഇപ്പൊ ലക്കി ഡ്രോ കൊണ്ട് കിട്ടുന്നുണ്ട്. അത് മൈജി തരുന്ന ഒരു TV ആണ്, അജ്മി തരുന്ന കുറെ പ്രൈസ് ഉണ്ട്, IFA തരുന്ന ഒരു ബെഡ്, ഒരു കട്ടിൽ, ഒരു റൂം സെറ്റിംഗ് ഉണ്ട്. അതൊക്കെ ഇതിന്റെ പ്രൈസ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മള്. വെരി ഗുഡ്. കൈ നിറയെ സമ്മാനമായിട്ട് പോകണം. അമ്മയുടെ ഈ മീറ്റിങ്ങിന് വന്നപ്പോഴേ മീറ്റിങ്ങിനപ്പുറത്ത് ഷോപ്പിങ്ങിന് വന്ന ഒരാള് അതാണ് അമ്മ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അത് പോകുമ്പോ നമുക്ക് സന്തോഷമല്ലേ? സാധനങ്ങൾ അത്രയും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ആളുകൾ. അതാണ് ഒരു കമ്മിറ്റിക്ക് ചെയ്യാവുന്നത്, അമ്മയുടെ കമ്മിറ്റിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. അതേ രീതിക്ക് തന്നെ നമ്മളൊക്കെ മാറാൻ പോവാണ്. മായി അടിപൊളിയാവട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം. ഗെയിം ഷോയ്ക്കൊക്കെ കൂടണം. പിന്നെ വലിയ പൈസ ഞാൻ തീർച്ചയായിട്ടും പരമാവധി അതെ മനസ്സിലായി വന്നല്ലോ. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.